ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്ര ഉപ്പിടുന്നുണ്ട്, പിന്നെ നോക്കി ഇടാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വേവുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളൂ. നമുക്കിത് അടച്ചു വെച്ച് വേവിപ്പിക്കാം. തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വന്ന വെള്ളം കണ്ടോ. ബീഫിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ എത്രമാത്രം വെള്ളം വന്നിട്ടുള്ളത്. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റാം. ഇത് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇത്ര ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഉള്ളത് ഇതിട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചിട്ട് ഇട്ട് വഴന്ന് ഇത് ബ്രൗൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉള്ളിയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. നമ്മൾ നേരത്തെ ഇട്ടതാണ് ബീഫ് വേവിപ്പിക്കുമ്പോൾ, എന്നാലും ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഒരു ഫുൾ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റാം. പൊടീൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. വേവിച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചാറ് ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് ഡ്രൈ ആയി എടുക്കണം. ഇതിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പക്ഷേ ഡ്രൈ ആകണം. കുറച്ചുകൂടി ഡ്രൈ ആകണം. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എനിക്കിതിപ്പോൾ എരിവും ഉപ്പൊക്കെ കറക്റ്റാണ്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഗീ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു നല്ല മണവും ഒരു നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ ഗീ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഡ്രൈ ആകണം. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എന്ത് ചെയ്യണം, എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ല. അത് അങ്ങനെ ബ്യൂട്ടിഫുൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഒരുപാട് മസാലകളൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലായില്ലേ?
ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കേ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.